എല്ലാവർക്കും സുഖമാണോ? ഇപ്പം കൊറോണയൊക്കെ എല്ലാവർക്കും കുറവുണ്ട്. എല്ലാവരും വാക്സിനൊക്കെ എടുത്തത് കൊണ്ട് കൊറോണയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ കുറച്ച് കാന്താരി നിൽക്കുന്നു. ഈ കാന്താരി കണ്ടാൽ നമ്മൾ പറിക്കാതിരിക്കുന്നതെങ്കിലും നോക്കിക്ക് എന്ത് വേണ്ടി കാന്താരിയാണെന്നറിയാമോ? ഇതൊക്കെ എൻ്റെ തന്നെയുള്ള കൃഷിയാണ്. ഞാൻ അത് പറിക്കുക. അത് ഞാനൊന്ന് ഉപ്പിലിട്ട് കാണിക്കാം. ഇത് തന്നെയല്ല, വേറെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇടുമ്പം കാണിക്കാം. ഞാനിപ്പം ഈ കാന്താരി ഒന്ന് പറിച്ചെടുക്കട്ടെ. എല്ലാം വിളഞ്ഞ് പഴുത്ത് തുടങ്ങി. ഇനി ഞാൻ ഉപ്പിലിടാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ ക്യാരറ്റ്, കുക്കുംബർ, അതുപോലെ തന്നെ മാങ്ങ, പിന്നെ നാരങ്ങ, നെല്ലിക്ക, കാന്താരി, പിന്നെ പച്ചമുളക്. അത് വേറെ ഇടാനല്ല, ഇതിനകത്ത് ഇടാനും സാധനങ്ങൾ. ഞാൻ ഉപ്പിലിടാനായിട്ട് ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുക്കുംബർ, അതുപോലെ തന്നെ കാന്താരി കുറച്ച് കഴുകി, എല്ലാ വകയും കഴുകി ഉണങ്ങി തുണിക്കകത്ത് വെച്ച് തുടച്ച് എല്ലാം വെച്ചേക്കാണ്. നെല്ലിക്ക, നാരങ്ങ, ഇതെല്ലാം ഇത് വെള്ളം തിളപ്പിച്ച്, അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വിനാഗിരി ഒഴിച്ച് ഉപ്പുകല്ലും ഇട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം തിളപ്പിച്ച് ആറാൻ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് തുടങ്ങാം. പൂക്കാതിരിക്കാൻ ഈ നെല്ലിക്ക കഴുകി നല്ലവണ്ണം തുണി കൊണ്ട് തുടച്ച് ഒരു ശകലം പോലും വെള്ളമയം ഇല്ലാതാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഓരോന്നോരോ ഇതിനെ ഓരോ കുപ്പിക്കകത്തോട്ട് ഇടാം. നെല്ലിക്ക ഇടുക, നല്ലവണ്ണം തുടച്ചിടണം. അല്ലെങ്കിൽ തുടച്ച് ഒട്ടും വെള്ളമയം ഇല്ലാതെ ഇടണം, ഇല്ലേ പൂത്ത് പോകും. ഇതങ്ങ് എടുക്കാം. ഇല്ലേ നല്ലതില്ല. ഇനി അതിനകത്തോട്ടെ കാന്താരി എല്ലാം കഴുകി ഉണക്കിയതാണ്. ഉണക്കി തുണിയിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കുക. കാന്താരി ഇതാണ്, ചെറിയ കാന്താരി വരെ ഉണ്ട്. അതാണ് ഇത് ഉണ്ടമുളക് പോലെ ഇരിക്കുന്ന ഒരു സൈസ് കാന്താരിയാണ്. നല്ല മുട്ടൻ കാന്താരി. കൊള്ളത്തില്ല, ഒന്നുകൂടി 2 കൂടി എടുക്കട്ടെ. ഞങ്ങൾ
ഇങ്ങനെ കുടഞ്ഞ് വെക്കുമ്പോൾ താഴും. ഇപ്പം താഴുന്നുണ്ട്. ഇത്രയും കാന്താരി മതി. ഇനി അടുത്തത് നാരങ്ങ. നാരങ്ങായ ഇങ്ങനെ ഒന്ന് ചേന്തണം. മറ്റേ നെല്ലിക്കായും ചേന്തിയാൽ നല്ലതായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചേന്തി വേണമെങ്കിൽ എത്ര സമയം വേണം. ഇത് ഞാനങ്ങ് ഇങ്ങനെ ചെറുതായിട്ട്. ഇതിൻ്റെ കൂടെ മഴയും വരുന്നു. നെല്ലിക്ക എല്ലാം നിറച്ച് വെച്ചു. ഇത് മാങ്ങ ഇത്രയേ ഉള്ളൂ. അതുപോലെ നാരങ്ങ, കുക്കുംബർ, കാന്താരി, ഇത് ക്യാരറ്റും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇത് ചെറിയ ചൂടേ ഉള്ളൂ. ഉപ്പും വിനാഗിരി വെള്ളവും കൂടെ വെള്ളം തിളപ്പിച്ച് മാറിയതാണ്. ഇവിടെ നല്ല ഇരുണ്ടിരിക്കുക. ഭയങ്കര മഴ വരുന്നു. നോക്കിയ അന്തരീക്ഷമൊക്കെ കവത്തു. എന്തോരം മഴയാണ്. എല്ലായിടവും മഴയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴ കാണുമായിരിക്കുമല്ലോ. അങ്ങനെയുണ്ടല്ലേ. അങ്ങനെ ചെറുതി പിടിച്ചെല്ലാം ചെയ്യുക. ഇനി നമുക്കിത് ഇതിനെല്ലാം വെള്ളം നികക്ക വേണം. ഇതാണ് ഈ നെല്ലിക്കായുടെയൊക്കെ മേലിൽ ഇരിക്കത്തക്കവണ്ണം വെള്ളം വേണം. ഇനി ഇത് അടച്ചു വെക്കാം. ഇതിലൊക്കെ ഒരു ശകലം വിനാഗിരി പുരട്ടി വെക്കുന്നതല്ല പൂക്കാതിരിക്കാൻ. ഒട്ടും പൂക്കത്തില്ല. കാരണം വെള്ളമയം എന്ന് പറഞ്ഞത് ഒരു കാര്യം ഇതില്ല. വെള്ളമയം ഇല്ലാത്തത് കൊണ്ട് ഒരു ശകലം പോലും പൂക്കത്തില്ല. എല്ലാം അടപ്പയിലും. ഇനി അടച്ചു വെക്കാം. എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ ഭയങ്കര മഴ പെയ്യുന്നു. മഴ നനയുമോ എന്നറിയത്തില്ല. ഞങ്ങൾ മുറ്റത്ത് വെച്ചാണ് ഇത് ചെയ്യുന്നത്. മഴ പെയ്യുമോ എന്നറിയത്തില്ല. നാരങ്ങ അടച്ചു വെക്കുന്നു. നാരങ്ങ ഇപ്പോഴൊന്നും എടുക്കത്തില്ല. ഇതൊരു നാരങ്ങ കുറച്ച് നാളത്തേക്ക് ഇരിക്കും. നെല്ലിക്ക ആക്കുകയാണെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ തൊട്ടേ എടുത്ത് തുടങ്ങും. കുഞ്ഞുങ്ങളും എല്ലാവരും ചുമ്മായിരിക്കുമ്പോൾ ഈ മഴയത്തൊക്കെ പരത്തി 4 മണി TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിന്നാന്നല്ല. അതുപോലെ കുക്കുംബർ ഞങ്ങൾ രാത്രി ഇതുപോലെ ഞാൻ ഇതിന് മുമ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഞങ്ങൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നാരങ്ങയിൽ ഓരോന്നെടുത്ത് ഞങ്ങൾ തിന്നും. നല്ല സ്വാദും രസമാണെന്നറിയാമോ. കാരണം ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. കാന്താരിയുടെ എരിവും എല്ലാമായിട്ട്. 2 കാര്യം ശ്രദ്ധിക്കണം. വെള്ളം തിളപ്പിച്ച് ഉപ്പുകല്ലും അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ച് തിളപ്പിച്ച് ആറിച്ച് കൈ കൊള്ളാത്ത രീതിയിൽ ആറിച്ച് വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ സാധനങ്ങൾ ഈ നെല്ലിക്ക ആയാലും നാരങ്ങ ആയാലും മാങ്ങ ആയാലും എല്ലാം കഴുകി വൃത്തിയാക്കി തുണി കൊണ്ട് നല്ലവണ്ണം തുടയ്ക്കണം. ഒട്ടും ഈർപ്പം ഉണ്ടാവരുത്. അപ്പം ഒട്ടും പൂക്കത്തില്ല. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഉപ്പിലിടണം. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ അമർത്തുക. ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.